ഞങ്ങളുടെ ആദ്യ കൊട്ടിയൂറിയത്തോടെ ഒരു വീഡിയോ, കന്നി കൊട്ടിയൂറിയത്തോടെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിനി അവിടുത്തെ കൊട്ടിയൂരിൽ നേരെ വന്നിട്ട് അടുത്ത യാത്ര, അവരുടെ കൂടത്തുള്ള യാത്രയാണ്. അവിടുന്ന് ബാക്കിയായിട്ടുള്ള യാത്രയായിട്ടും പോകുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. നല്ല ശക്തിയുള്ള ദേവിയാണ്. അതിൻ്റെ ഒരുപാട് കഥകളുണ്ട്. ഇത് കഥകൾ പലർക്കും അറിയാമായിരിക്കും. എന്നാലും വിശദമായിട്ടൊന്നും ഒന്നും അറിയത്തില്ലാത്തവർക്കാണെങ്കിൽ പോലും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. കാരണം വളരെ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഒരിക്കൽ പോകുമ്പം ഞാൻ വിശദമായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരു അമ്പലത്തിൽ മാത്രമായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അടുത്തുമ്പോൾ ശീവേലി സമയമായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. നേരത്തെ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അന്ന് ഇത്രയും തിരക്കൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ നല്ല തിരക്കാണ്. അവിടെ കൊട്ടിയൂരിൻ്റെ തിരക്ക് യാത്രയുടെയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. സാധാരണ 12-1 മണിയാകുമ്പോൾ അടയ്ക്കുന്ന അമ്പലം ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ അടച്ചപ്പോൾ 2 മണിയായി. അപ്പോൾ അതുകൊണ്ട് ആ 1 മണി സമയത്ത് ഞങ്ങൾ ശിവേലി ക്ഷേത്രത്തിൽ ചെല്ലുകയും ചെന്നിടത്തോളം ആൾക്കാർ, അവിടെ നിന്നിടത്തോളം ആൾക്കാർ അകത്ത് കയറി തൊഴുകയും ചെയ്തു. അതുപോലെ തന്നെ അന്നദാനത്തിൻ്റെ ക്യൂ ആണ് ഇവിടെ ഉള്ളത്. നല്ല തിരക്കാണ് അതിനോട് അന്നദാനത്തിന്. ഞങ്ങൾ അന്ന് 6 വർഷത്തിന് മുമ്പ് ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ അന്നദാനത്തിന് ആരുമില്ല. ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രം നല്ല ഭംഗിയായിട്ട് ആഹാരം കഴിച്ചു നിന്ന്. പക്ഷേ നല്ല ക്യൂ ആണ് ഈ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ. അങ്ങനെ അവിടുത്തെ ഒരു ചെറിയ അതുപോലെ അന്ന് ചെല്ലുന്ന സമയത്ത് അവിടെ പണികളൊക്കെ ഒത്തിരി പണികൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണികൾ മൊത്തം തീർന്നില്ല. എന്നാലും ഒരു 6 വർഷം മുമ്പേ കണ്ടതിനേക്കാളും നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടാൽ. ഇനി ഒരിക്കൽ ചെല്ലുമ്പം ഇതിനേക്കാൾ വ്യത്യാസം അവിടെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പണികളവിടെ നല്ല പണികൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ തൊഴിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഊണും കഴിഞ്ഞ് ഇനി അടുത്ത വഴിക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇനി നമ്മൾ ഇവിടെ നേരെ പോകുമെന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിർത്തിയിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ മുത്തപ്പൻ്റെ ഒക്കെ ചെന്ന് കാണാം. എന്നിട്ട് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ അതിനകത്ത് ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ നേരത്തെ മൃദംഗശൈലേശ്വരി വന്ന സമയത്ത് ഇവിടെ വന്നതാണ്. അന്ന് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അന്ന് എനിക്ക് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഇവിടെ അതിനകത്ത് അത്യാവശ്യം വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ വരുന്ന സമയത്ത് ഇവിടവും ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ തുറന്ന് കണ്ടിട്ടില്ല ഇപ്രാവശ്യം. അന്ന് ഞങ്ങൾ രാത്രിയിലും രാവിലെയൊക്കെ അന്ന് മുത്തപ്പനെ എല്ലാം കണ്ടിട്ടാണ് പോയി. പക്ഷേ ഇപ്രാവശ്യം കൊണ്ട് പ്രസാദം കഴിച്ചു. പക്ഷേ അവിടെ ക്ഷേത്രം തുറന്ന് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു 2 ദിവസത്തെ യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദിവസത്തെ യാത്ര ഇപ്പോഴേ ഈ ബസ്സിനകത്ത് കയറ്റി ഇറക്കമൊക്കെ നല്ല ക്ഷീണമുണ്ട്. പ്രായം ഇത്ര കൂടെ കൂടി അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിനി ഇവിടുന്ന് അകത്ത് കയറി 2 പ്രാവശ്യം ഞങ്ങൾ കയറിയെങ്കിൽ 2 പ്രാവശ്യം ഞങ്ങൾക്ക് നട തുറന്ന് കാണാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞ് ഇന്നത്തെ യാത്ര അവിടെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ തന്നെ തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതും ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നൊരു ക്ഷേത്രമാണ്. വളരെ വലിയൊരു ക്ഷേത്രമാണ്. അതിൻ്റെ പുറകിൽ കൃഷ്ണ വിഗ്രഹവും ഒരു താമരക്കുളവും, താമരയുടെ ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൃഷ്ണ വിഗ്രഹമുണ്ട്. വലിയൊരു ക്ഷേത്രമാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഈ കൊട്ടിയൂർ യാത്ര കൊണ്ട് നമ്മൾ പോകാത്ത 2-3 ക്ഷേത്രങ്ങൾ പോകാൻ സാധിച്ചു. അത് തന്നെ വലിയൊരു പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ വരുമ്പോഴും അവിടെയും ശീവേലി സമയമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ വന്നു. അവിടെ നേരത്തെ 2 പ്രാവശ്യം പോയിട്ടുള്ള അമ്പലമാണ് ഈ കാടാമ്പുഴ ക്ഷേത്രം. അവിടുത്തെ പ്രധാന വഴിപാടുന്ന പൂമൂടലും മുട്ടറക്കലുമാണ്. ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. അമ്പലം തുറന്നിരിക്കുകയായിരുന്നു. അതിനകത്ത് കയറി കണ്ടു, തൊഴുതു, അത്യാവശ്യം പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ മുട്ടറക്കലും പൂമൂട്ടിലും നിന്നില്ല. പൂമൂട്ടിലൊക്കെ ഒത്തിരി നേരത്തെ വഴിപാട് ബുക്ക് ചെയ്ത് നടത്തേണ്ട കാര്യങ്ങളാണ്. മുട്ടറക്കൽ നമ്മൾ നിന്നാലും താമസിക്കും. അതുകൊണ്ട് അതിനൊന്നും ഞങ്ങൾ നിന്നില്ല, തൊഴുതിട്ട് പോകുന്നേ ഉള്ളൂ. അവിടുന്ന് ഞങ്ങൾ നേരെ നാവാമുകുന്ദൻ്റെയൊക്കെ വന്നു. ഇവിടെ ഇതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് കൂടുതലായിട്ടൊന്നും എഴുതുന്നില്ല, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ കുംഭമേളയ്ക്ക് വന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ അതിനെടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ വന്നാണ് തൃപ്പറങ്കോട്ടപ്പനെ തൊഴാനായിട്ടാണ്. ഞങ്ങളുടെ കൂട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. എന്താണെന്നറിയോ, ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വീഡിയോയ്ക്കകത്തൊക്കെ വരുന്ന കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. എന്നാലും അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുക്കാത്തത്. തൃപ്പറങ്കോട്ടപ്പൻ്റെ അടുത്ത് ഞങ്ങൾ വന്നത് നേരെ ആലത്തിയൂർ ഹനുമാനൊക്കെ അവിടെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന പ്രായമായ അമ്മയാണിത്. അവിടെ ഹനുമാൻ ലങ്ക ചാടുക എന്നാൽ ആ പാറ ചാടുന്നൊരു ഇതുണ്ട്. ആ പ്രായമായ അമ്മയൊക്കെ നല്ല ചാടുന്നുണ്ടപ്പോഴുണ്ടല്ലോ നമുക്കൊന്ന് ചാടുന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ കയ്യും കാലും പക്ഷെ വഴങ്ങത്തിലുണ്ട്. അമ്മ എന്ത് ഭംഗിയായിട്ടാണ് ചാടുന്ന നോക്കി. അതുപോലെ വന്നവരെല്ലാം അക്കൂട്ടത്തിൽ അതിന് ലങ്ക ചാടുന്നവർ ചാടുന്നുണ്ടായിരുന്നു. ഞങ്ങളതിന് കൂട്ടുപിടിച്ചില്ല.
അത് ആലത്തൂർ ഹനുമാൻ ക്ഷേത്രം. അവിടെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതില്ല, വെളിയിൽ എന്താ തൊഴുത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചമ്രവട്ടം അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കണം. കാരണം അതിന് നേരത്തെ ഞങ്ങൾ ഒരിക്കലും വന്നതാണ്. അന്നും ഞങ്ങൾക്ക് അവിടെ കയറി തൊഴാൻ പറ്റില്ല. ഭാരതപ്പുഴയുടെ തീരത്ത് നല്ല നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണത്. നല്ല ഭംഗിയാണ്, പ്രകൃതിസുന്ദരമായ ഒരു സ്ഥലത്താണ് അമ്പലം നിൽക്കുന്നത്. നല്ല കാറ്റും ഒക്കെ നല്ലൊരു സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലം എപ്പോഴും തുറന്ന് കണ്ടില്ല, അതുകൊണ്ട് വിശദമായിട്ടുള്ള വീഡിയോസൊന്നും ഇടുന്നില്ല. അവിടെ ഞങ്ങളോട് വന്ന കുറച്ച് ആൾക്കാരിലാണ് ഞങ്ങളൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അമ്പലം അടച്ചേക്കാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് 1-2 മണിയൊക്കെ ആയി. അമ്പലം അടച്ചേക്കാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഗ്യാങ്ങിലെ ആൾക്കാരാണ്. ഞങ്ങളെ തീർത്ഥാടന ടീമിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഇത് നിൽക്കുന്നത്. എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ടു അമ്പലം. ഷാള പിടിച്ചു വെക്കാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് നേരത്തെ ആ വീഡിയോ എടുത്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ പോയ അമ്പലങ്ങളെക്കുറിച്ച് ഇങ്ങനെ കൊട്ടിയൂർ പോയാൽ തിരിച്ചു വരുന്ന വഴി ഇത്ര അമ്പലങ്ങളിലൊക്കെ കയറാനൊക്കെ നമ്മളോടൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ കുറച്ചുകൂടെ അമ്പലങ്ങളൊക്കെ നന്നായിട്ട് കയറാനൊക്കെ ഒന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇത്ര ചെറിയ വീഡിയോ ഇടുന്നേ ഉള്ളൂ. ഇവിടെ പാലം ഉണ്ടെങ്കിലും കൂടുതൽ ആദ്യം എല്ലാവരും പാലത്തെ കൂടെ കയറിയെങ്കിലും പിന്നെ എല്ലാവരും വെള്ളത്തിൽ കൂടെ വന്നു തുടങ്ങി. എല്ലാവർക്കും വളരെ ഇഷ്ടമായത്. അവിടുന്ന് ഞങ്ങൾ നേരെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തിരിച്ച് മടക്കയാത്രയാണിത്. ആ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നു. കൊടുങ്ങല്ലൂർ വന്നപ്പോഴത്തേക്ക് അമ്പലം തുറന്നിരുന്ന സമയമാണ്. പക്ഷേ അവിടുന്ന് പ്രസാദം ഒന്നും വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം അവിടുത്തെ അത്താഴ പൂജ കഴിഞ്ഞ ശേഷം മാത്രമേ അവിടുത്തെ ഉണ്ണിയപ്പവും അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടത്തുള്ളൂ. ഞങ്ങൾക്ക് വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. വൈകുന്നേരം സമയമുണ്ട്. ഞങ്ങൾ അവിടെ ഭംഗിയായിട്ട് തൊഴുതു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കൊടുങ്ങല്ലൂർ. ഞങ്ങൾ ഭംഗിയായിട്ട് അവിടെ തൊഴുതു. അവിടുന്ന് ഞങ്ങൾ നേരെ വന്നതിൻ്റെ ഇരണിക്കുളം ക്ഷേത്രത്തിലേക്കാണ്. അത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിന് തൊട്ടടുത്താണ്. അതൊരു പൗരാണിക സ്മാരകമാണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്തേക്കുന്ന പൗരാണികമായ സ്മാരകമാണ്. നല്ലൊരു ക്ഷേത്രം. ഞങ്ങൾ ആദ്യം വരുന്ന ക്ഷേത്രമാണ്. നല്ലൊരു ക്ഷേത്രമാണ്. ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ ചുറ്റുമായിട്ടാണ്. അവിടെ ഒരുപാട് ഉപദേവതകളുണ്ട്. അതിനകത്ത് ഫ്രിങ്കീഷ് അതിന്റെ സൈഡിലൊരു വലിയൊരു വിഗ്രഹം. ശ്രീകോവിലിന്റെ ചുറ്റും അതിനകത്ത് ഏറ്റവും വലിയ വിഗ്രഹം, 6 അടിയോളം ഹൈറ്റിലൊരു വലിയൊരു വിഗ്രഹം. ഫ്രിങ്കി അങ്ങനെ എന്തോ ഒരു പേരിൽ, നമ്മളിതുവരെ കേട്ടില്ലാത്തൊരു പേരിലാണ് വിഗ്രഹം കണ്ടത്. അപ്പോൾ അതിൻ്റെ അതാരാന്ന് ചോദിച്ചപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങളിൽ ഏറ്റവും പ്രധാനിയാണെന്നാണ് അവിടെ കേട്ടത്. അതുപോലെ അമ്പലത്തിനകത്ത് തന്നെ ഒരുപാട് ഇത്രയും ഉപദേവതകൾ ഒരു ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിന് ചുറ്റായിട്ട് കണ്ടിട്ടില്ല. അതിൽ വെളിയിലായാലും അതുപോലെ ഉപദേവതകളൊക്കെ ആയിട്ട് നല്ലൊരു അമ്പലം. നല്ല പഴയ കാലത്തെ ഒരു ഗോപുരമൊക്കെ ആയിട്ട് നല്ലൊരു ഗോപുരവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അമ്പലമായിരുന്നു. അത് ഒരിക്കൽ കൂടെ പോയി കണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് അതിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ഒക്കുന്നെങ്കിൽ അത് ചെയ്യാനൊക്കെ നോക്കാം. പിന്നെ നമ്മൾ എൻ്റെ കയറി വരുമ്പോൾ അതിൻ്റെ കിഴക്കേ നട എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ നടയിലാണെങ്കിൽ ഇവിടെ കാണുന്ന വലിയൊരു ഗോപുരം. അത് കാണാൻ നല്ലൊരു ഗോപുരം, പഴയ മോഡലിലുള്ള ഒരു ഗോപുരം. അതായിരിക്കണം ആർക്കിയോളജിൻ്റെ സർവേയുടെ രണ്ടായിട്ടുള്ള പുരാതനമായിട്ടുള്ള അമ്പലമാണെന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വെളിയിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളതെന്ന് പറഞ്ഞാൽ വലിയതായിട്ടൊന്നും ഇല്ല. കൊച്ചു റോഡും ഒക്കെ ആയിട്ട് കൊച്ചൊരു ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം നല്ലൊരു 2 മണ്ഡപവും ഒക്കെ ആയിട്ടുണ്ട്. ആ മണ്ഡപത്തിൻ്റെ കഥ അവിടെ ഒരാൾ ഞങ്ങൾക്ക് പറഞ്ഞതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ അവസാന ഭാഗത്ത് കൊടുക്കാം. മണ്ഡപത്തിനെ കുറിച്ചുള്ള അവർ പറഞ്ഞു തന്ന കാര്യം ഇതാണ്. നമ്മുടെ കിഴക്കേ ഗോപുരം, ആ കയറി വരുന്നത്തെ വലിയ ഗോപുരം, പഴയ ഗോപുരം. ഇത്രയും ഭംഗിയുള്ള അമ്പലം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ലെന്നൊന്നും പറയാം. നമ്മൾ അമ്പലത്തിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുന്ന വാതിലുണ്ട്. ഈ കാണുന്ന 2 മണ്ഡപങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. അത് അവിടെ തന്നെ ഒരാൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കത് എന്താണെന്ന് കേൾക്കാം. ഇതെന്തോന്ന് പറഞ്ഞത്? അമ്പലം ഉണ്ടാക്കിയ ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞ രാജാവായിരുന്നു. അയാളെ കൂടെ സുന്ദരമൂർത്തി നേതാവ് പറഞ്ഞ 2 പേരും കൂടി കൈലാസി കൊണ്ടുവച്ചു. ഭയങ്കര ശുഭചരാണ്. അയാളാണ് ചേരമാനാണ് ഈ ശിവക്ഷേത്രം. ആദ്യത്തെ ശിവക്ഷേത്രം ആദ്യത്തെ ശിവക്ഷേത്രത്താണ് ഭഗവതി ക്ഷേത്രം. അതാണ് അതിൽ ബാക്കിയുള്ള മരം കൊണ്ട് ചേരമാൻ പള്ളി ഉണ്ടാക്കിയത്.
അപ്പൊ ഇത് രണ്ട് മണ്ഡപത്തിന് തന്നെ പ്രത്യേകത തന്നെയാണ്. ഇതില് വെള്ള ആനപ്പുറത്തും വെള്ള കുതിരപ്പുറത്തും കൊണ്ടുപോയെന്നുള്ളതാണ് ഐതിഹ്യം. ഭഗവാൻ കൈലാസത്തിന് കൊണ്ടുപോയി. ഭഗവാൻ അല്ല, അതിന്റെ അല്ല, അവരെ കൊണ്ടുപോയതിന്റെ സങ്കല്പത്തിൽ കൊടുങ്ങല്ലോ, അങ്ങനല്ലേ പറഞ്ഞേ? അവരെ രണ്ടുപേരെയും ഭഗവാൻ വന്ന് നേരിട്ട് കൊണ്ടുപോയി. ആദ്യം കേരളത്തിൽ ചേരരാജാവ് ഭരിച്ചിരുന്നു. മുമ്പില് ഗോപുരം കണ്ടില്ലേ? ആദ്യമാര് ഗോപുരം പിന്നിലുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇളക്കി പോയത് അത്. ഇവിടുന്ന് കൊടുങ്ങല്ലൂർ കൊണ്ടുപോയെന്ന് പറഞ്ഞേ അഭിഷേകം ചെയ്ത് തിരിച്ചു ഓർമ്മയ്ക്ക് എന്നാന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകത്തിലെ ചോദ്യം നാളില്. രാമൻ സീതയ്ക്ക് ഞാനത് ഞാൻ കുറച്ചേ കേട്ടുള്ളൂ. ഞാൻ ചോദിച്ചത് എന്തായിരുന്നു. അല്ല, ഇവിടെ ഇങ്ങനെ കൊടുങ്ങല്ലൂരുണ്ട്, അവിടുത്തെ രണ്ടൂടെ കേട്ട് ഇപ്പൊ കൺഫ്യൂഷൻ ആയത്. രണ്ടുകൂടെ ഒന്നിച്ച് കേട്ടപ്പോഴേ കൺഫ്യൂഷനായി. അതുകൊണ്ട് ഈ കാണുന്നത് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എഴുതി വെച്ചേക്കുന്ന ഒരു ബോർഡാണ്. അതിനകത്ത് അമ്പലത്തിനെ കുറിച്ചൊരു ചെറിയ വിശദീകരണം, ഒരുപാട് വലിയതായിട്ടൊന്നുമില്ല, ചെറിയൊരു വിശദീകരണം, മൊത്തം ഒന്നും വായിക്കാൻ സമയം കിട്ടില്ല, വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാനെൻ്റെ ഫോട്ടോ ഇങ്ങനെ കുറച്ച് സൂം ചെയ്തെടുത്താണ് ഇത്രയെങ്കിലും കാണാനൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പോയി വായിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് ഇച്ചിരി ഷെയർ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറയാൻ മാത്രം ഞാനൊരു ചെറിയ വീഡിയോ എടുത്തു വന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഒക്കുന്നവർക്ക് അവിടെ പോയി കാണാനൊക്കെ നല്ലൊരു ക്ഷേത്രമാണ്, പോയെന്ന് കാണാൻ ശ്രമിക്കുക. എനിക്കിനിയും അവിടേക്ക് പോകാൻ ഒക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയാൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. തൽക്കാലം നമുക്കിനി ഞങ്ങൾ ഇവിടുന്ന് യാത്ര, ഇന്നത്തെ ഈ 2 ദിവസത്തെ യാത്ര അവസാനിച്ച് വീടുകളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ നല്ലൊരു കൂട്ടായ്മയായിട്ട് വീണ്ടും കാണാമെന്നുള്ള ഇതിലാണ് പോകുന്നത്. അവരോട് അറിയാമെങ്കിൽ അവർക്ക് നമുക്ക് പല അമ്പലങ്ങളിലോ തീർത്ഥാടനത്തിനോ അല്ലെങ്കിൽ എല്ലാ ടൂർ പ്രോഗ്രാമായിട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അരുൺ കണ്ണമംഗലത്തിനോട് തന്നെ പറ്റിയാൽ പോകാനൊക്കെ ശ്രമിക്കും. നല്ലൊരു അനുഭവമാണത്. ഈ ടീമിനെ കൂടെ കിട്ടണം, നമ്മൾ പരിചയമായില്ല, അതുകൊണ്ട് ആ ടീമിനെ കൂടെ കിട്ടണം. അങ്ങനെ ഒന്ന് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങളും സമയം ഒക്കുമെങ്കിൽ എന്നോട് കൂട്ടാൻ ഒക്കുമെങ്കിൽ ശ്രമിക്കുക. അപ്പം ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോ, നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്തേ.